1-ാം തീയതി തൊട്ട് വൃശ്ചികം 12-ാം തീയതി കൊടിയേറി 1-ാം തീയതി കൊടിയേറി 12-ാം തീയതി തീരും. 12-ാം തീയതി വെളുപ്പാങ്കാലമാകുമ്പോൾ മുടി ഇറങ്ങും. കൊടി 10:30 ആകുമ്പോൾ ഇറക്കി വെച്ചാൽ നമ്മുടെ കുടിലൊക്കെ ഈ മുടി കയറുന്നത് കാണാനുള്ളതാണ്. പണ്ട് ഭയങ്കര തുള്ളലായിരുന്നു. ഇപ്പൊ ഈ ഇടയില്ലാത്തോണ്ട് ഇപ്പൊ ഇത്രയും കൂടി. പണ്ട് ഞങ്ങളിരിക്കുന്ന 125 രൂപ തൊട്ടാണ്. എത്ര വർഷത്തിന് മുമ്പാണത്? 2001 തൊട്ട് ഞങ്ങൾ ഇരിക്കാൻ തുടങ്ങിയത്. അന്ന് 125 2500 ഒരു കുടിലിന്. ഓരോ വർഷം കഴിയുന്നോറും 100-200 രൂപ കൂടിക്കൊണ്ടിരിക്കും. വരുന്നവർക്കെല്ലാം നമ്മള് തിരിഞ്ഞ് വഴി കൊടുക്കണം. നമ്മുടെ കുടിയിൽ വന്ന ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാതെ നമ്മൾ വിട്ടുകൂടാ. അവര് വേണ്ടാന്നും പറഞ്ഞ് പോവുകയും ചെയ്യരുത്. എന്റെ അമ്മാവിയപ്പന്റെ പെങ്ങള്, അമ്മാവിയപ്പന്റെ പെങ്ങൾക്കൊരു അസുഖം വന്നെന്ന്, ഒരു തീരവ്യാധി ഏതാണ്ട് വന്നു. അന്നേരം ആ അച്ഛനോട് എൻ്റെ അമ്മാവിപ്പൻ്റെ അച്ഛൻ്റെ അടുത്ത് ഇവിടെ ഉള്ള ഒരു അച്ഛൻ പറഞ്ഞു, പിന്നെ എടാ കൃഷ്ണ, നിന്റെ മോടെ അസുഖം എല്ലാം മാറും, നീ ഒരു പച്ചക്കുടില് കെട്ടി ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ആ അച്ഛനാണ് നല്ലപ്പം പച്ച ഓല മടഞ്ഞ്, അന്നൊക്കെ ഓലയായിരുന്നു, പച്ചോല മടഞ്ഞ് ആ പച്ചക്കുടില് കെട്ടി തുടങ്ങിയ കുടിലാണ് ഇന്ന് ഇത്ര 1000-നകത്ത് നിൽക്കുന്നത്. അപ്പൊ പിന്നെ ഷീറ്റാവർക്കെല്ലാം അന്നൊക്കെ ഭയങ്കര നമ്മൾ രാവിലെ തൊട്ടേ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കണം. അന്നൊക്കെ കഞ്ഞിയും കറിയും രാവിലെ ഉണ്ടാക്കണം. ഇപ്പൊ പിന്നെ പലഹാരമല്ലേ, കഞ്ഞിയും കറി ഉണ്ടാക്കി രാവിലെ കഞ്ഞിയും കറി, പിന്നെ ഉച്ചയ്ക്ക് ഊണ്, പിന്നെ രാത്രി വൈകിട്ട് വരുന്നവർക്ക് കുഴുക്ക്. ഇതാണ് ഇപ്പൊ ഈ ഓരോ സംഘടനകൾ ഏറ്റെടുത്ത് അന്നദാനം കൊടുക്കുന്നത് തുടങ്ങിയതാണ് നമ്മള്. അന്ന് വല്ല 25-50 കുടിലേ ഉള്ളു ഞാനിരിക്കാൻ തുടങ്ങിയപ്പോഴാണ്. അന്ന് ഈ ഓലക്കുടിലുവാ. നമ്മള് വാവലിനെ ഈ കിടുങ്ങ മുടയത്തില്ലേ, കിടുങ്ങ അത് വെച്ചാ ഇത് മറച്ചു. ഇപ്പൊ എല്ലാരും വിലക്കറട്ട്. ഞങ്ങൾക്ക് അന്നോട്ടുള്ള എംപ്ലമായത്, ആര് കണ്ടും കയറി വരാനുള്ള എംപ്ലമായത്. ഭയങ്കര ശക്തി. ഇപ്പൊ പിന്നെ ഈ മണികെട്ടൂടായപ്പോ ഭയങ്കര ഫേമസ് ആയി. മണിയല്ലേ ഉള്ളൂ ഫേമസ് ആയിട്ടുള്ളത്? പൊങ്കാലയാണ്. പണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഇവിടെ താമസിക്കുമ്പോ ഉത്സവത്തിനൊരു പൊങ്കാലയുള്ളു. കുംഭത്തിലെ ഒടുവിലത്തെ വെള്ളിയാഴ്ച ഇവിടെ ഉത്സവം, അന്നൊരു പൊങ്കാലയേ ഉള്ളു. പിന്നിപ്പോ വൃശ്ചികം 12-ാം തീയതി എല്ലാരും കൂടെ ഉള്ള പൊങ്കാല. പിന്നെ ദൂരെയൊന്നും ആൾ വരുമെന്ന് കുടിലിരിക്കുന്നവരും എല്ലാരും ഇടും. പിന്നെ അല്ലാതെ ഇപ്പൊ എന്നും പൊങ്കാല. ഇപ്പൊ ആൾക്കാര് പറയുന്നത് മണി കെട്ടിയേച്ച് പൊങ്കാല ഇടണമെന്ന, പക്ഷെ അങ്ങനൊന്നും ഇല്ല, നമ്മുടെ ഇഷ്ടം. പിന്നെ ഇവിടെ പറയിടുന്ന എന്താണ്ടൊക്കെ കേട്ടായിരുന്നു, അതിപ്പോ ഉണ്ട്. പറയും, പിന്നെ നാണയപ്പറ, നെൽപ്പറ, അരിപ്പറ, പയറിന്റെ പറ, ശർക്കരപ്പറ എല്ലാം. മണിയും പൊങ്കാലയും പറയല്ലേ ഇവിടുത്തെ പ്രധാനം. പിന്നെ ഇനി പറ ഈ വൃശ്ചികം കഴിഞ്ഞാൽ പിന്നെ ഉത്സവത്തിനുള്ള. അല്ലാതെ പിന്നെ നമ്മുടെ വീട്ടുകളിൽ വരും പറ. അത് ഫെബ്രുവരിയിലിറങ്ങും. മനസ്സിനൊരു സന്തോഷം. ഈ ഒരു 1-ാം തീയതി തൊട്ട് നമ്മൾ 12-ാം തീയതി വരെ നമ്മൾ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. നമ്മളെ വീടിനെ പറ്റി ചിന്തിക്കുന്നില്ല, നാടിനെ പറ്റി ചിന്തിക്കുന്നില്ല. നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ, ഇവിടുത്തെ ഒരു ശാന്തി, കൊച്ചു ശാന്തി അടങ്ങുന്നൊരു മണി കിടന്ന അത് കൊണ്ടുവന്ന ഒരു മണി കെട്ടിയതാലേ ചാക്കണക്കിന് മണി. പിന്നെ കുറച്ച് നാളിന് മുമ്പ് ഉടച്ച് വാർത്ത് മണികളെല്ലാം വലിയ വാർപ്പായിട്ട് കന്നാമ്മനെ വിളിച്ച് ഇവിടെ ഇരുത്തി വാർത്ത്. ഇനിയിപ്പോ അത് തൂക്കി കൊടുക്കുക. നിറയുമ്പോ കൊടുത്ത് അടുത്ത മണി ഇവര് ഒരുമിച്ച് എടുക്കും. മാമാറ് പോയി മണി ഇവിടുന്ന് തന്നെ. അത് നമ്മള് മേടിച്ചോണ്ട് പറഞ്ഞാൽ ഇവിടുന്ന് തന്നെ നമ്മക്ക് മേടിച്ചോണ്ട് വരാൻ. പിന്നെ ഇവിടുന്ന് എത്ര മണി വേണമെങ്കിലും കാട്ടിലമ്മ കഴിഞ്ഞേ ഉള്ളു മോനെ നമുക്ക്.